പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഭാരതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കിച്ചുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. കിച്ചു റിതപ്പനെ കാണാൻ പോയതും റിതപ്പനുമായിട്ട് ഔട്ടിങ്ങിന് പോയതുമായിട്ടുള്ള ഒരു വീഡിയോ. കിച്ചു ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വരെ മിണ്ടാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് റിതപ്പനെ കാണണം. റിതപ്പൻ അവൻ്റെ അനിയനാണ്. അവനെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടി കാരണമാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ഷമ പോയപ്പം അവൻ ആ വീഡിയോ ചെയ്തു. അതിനുശേഷം ഇന്നാണ് റിതപ്പനെ കാണാൻ വേണ്ടിയിട്ട് കിച്ചു പോകുന്നത്. അവരെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യലില്ലായിരുന്നു. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, കിച്ചുവിന് അവിടെ പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം കിച്ചുവിൻ്റെ പേരിലിരിക്കുന്ന വീടാണത്. പിന്നെ അനിയൻ എന്നുള്ള റിതപ്പനെ കാണാനുള്ള അവകാശവും കിച്ചുവിനുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് കോടതിക്ക് അല്ലാണ്ട് വേറെ ആർക്കും പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവർ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ വന്നതിന് ശേഷം ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഒരു പേടിയായിട്ട് അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ റിതപ്പൻ്റെ ഫേസിൽ സന്തോഷമില്ല, ഒരു തരം പേടിച്ചെങ്ങാണ്ടിരിക്കുന്ന പോലെയാണ് റിതപ്പൻ്റെ ഫേസ് കാണുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ തോന്നുന്നത്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പള്ളിയിൽ പോയോ? എന്ത് നിങ്ങൾ എവിടെ പോകാ? എനിക്ക് തോന്നുന്നത് രേണു ഗൾഫിൽ ഇപ്രാവശ്യം പോയില്ലേ, അപ്പം എടുത്ത വീഡിയോ എങ്ങാണ്ടാണ്. കാരണം എയർപോർട്ടിൽ അമ്മേനെ കൂട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് റിതപ്പൻ സംസാരിക്കുന്നത്. പിന്നെ നീ ഓടിക്കല്ലേ? നീ വണ്ടി ഓടിക്കത്തിട്ട്? ഞാൻ കഴിഞ്ഞോട്ടെ. നീ ഇല്ലേ എടുത്ത ഈ വണ്ടി? കുളിപ്പിച്ച് റെഡിയാക്കി ഇപ്പം കിച്ചു ആ വീട്ടിലോട്ട് പോയതിൻ്റെ പേരിൽ ആ വീഡിയോ, അതായത് ലൈവ് സ്റ്റോറിയുടെ വീഡിയോ പുറത്ത് വന്ന സമയത്ത് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും ഇതിൻ്റെ പേരും പറഞ്ഞ് കിച്ചുവിനെ നേരെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. നീ വീണ്ടും ആ വീട്ടിൽ പോയി അവരായിട്ട് ബന്ധം വെച്ചു, ഞങ്ങൾ എന്താ പട്ടന്മാരാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കിച്ചു ആ വീട്ടിൽ പോയത് റിതപ്പന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊന്ന് ആലോചിക്കുക. റിതപ്പൻ എന്ന് പറയുന്നത് അവൻ്റെ അനിയനാണ്. ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ടും അവൻ ആ വീട്ടിൽ പോയല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് അവനായി ആ വീഡിയോ ഇട്ട് റീച്ച് കിട്ടി, അവൻ വീണ്ടും അവരെ പോയി ഒന്നിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഇവർ എറണാകുളത്ത് അമ്മേനെ വിളിക്കാൻ പോകാനായിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ വന്നപ്പോ. പ്ലാൻ സർപ്രൈസ് ആയിട്ട് വന്നോണ്ട് പ്ലാൻ ഒന്നും നടന്നില്ല അല്ലേ? എന്തൊക്കെയോ രേണു നാട്ടിലില്ലാത്ത സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു രേണു ഓരോരോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കിച്ചുവിനെ കുറ്റം പറയുന്ന കുറേ വീഡിയോസ്, കിച്ചുവിനെതിരെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആഹാ, എന്തൊക്കെയായിരുന്നു. വണ്ടി എടുക്കാതെ
ഇതെന്തോ അടുക്കിയിരുത്തേക്കുന്ന എന്തോ ഇത് കയ്യൊക്കെ കെട്ടിരിക്കുന്ന എപ്പോ എങ്ങോട്ട് പോവുക? എന്താ വേണം? കിച്ചു വരുന്ന സമയത്ത് എപ്പോഴും ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന റിതപ്പൻ ഇന്ന് ആ സന്തോഷമില്ല. എന്തോ ആരെയോ പേടിച്ച് അല്ലെങ്കിൽ ആരൊക്കെയോ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് റിതപ്പൻ ഇന്ന് ഇവരുടെ കൂടെ പോയപ്പോൾ കാണുന്നത്. എന്താ പറയാ? അമ്മ വിളിക്കുമ്പോ എന്താ പറയും? വരാതെന്ന് വെച്ചാൽ എന്താ പറയും? ഇയാളെന്ത് ഭയങ്കര അവർക്കത് മനസ്സിലായി. കാരണം ഭയങ്കര സൈലൻ്റ് ആണ്, ആക്റ്റീവ് അല്ല. ഈ വലിയ ആൾക്കാർ തമ്മിലുള്ള യുദ്ധം, അത് അടിയാണേലും വഴക്കാണേലും എന്ത് തേങ്ങക്കൊലയാണേലും കൊച്ചു പിള്ളേരുടെ മനസ്സിലോട്ട് അത് കുത്തി നിറച്ച് കൊടുക്കരുത്. ചെറുപ്പത്തിലേ അവരുടെ മനസ്സിലോട്ട് ഇന്ന വ്യക്തിയോട് വെറുപ്പും വിഷവും കുത്തി നിറയ്ക്കുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ കിച്ചുവിനെ സ്വന്തം മോനായിട്ട് കണ്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ചെറുമോനായിട്ട് കണ്ടിട്ടില്ലെങ്കിലും റിതപ്പൻ എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ അനിയൻ തന്നെയാണ്. ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും താണുമായിട്ട് നിൽക്കേണ്ട ചേട്ടനും അനിയനും. ആ കുഞ്ഞിൻ്റെ മനസ്സിലോട്ട് വിഷം കുത്തി നിറച്ചു കൊടുക്കരുത് പ്ലീസ്. പറയടേ അമ്മ. അമ്മ ചോദിച്ചാൽ എന്ത് പറയും? എന്തൊരു ഷോടേ എന്ത് വരാത്ത എന്തോ പറയും? അമ്മയുടെ എന്തോ പറയും? എന്താ വരാത്തെന്ന് വെച്ചാൽ എന്തോ പറയും? കാരണം എന്തോ പറയും? ആരുടെ കൂടെ? വീട്ടിലേല നമ്മളെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ വന്നേയില്ല, എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നതാ. വന്നേല്ലേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. സെറ്റല്ലേ? എയർപോർട്ടിൽ പോകാൻ നിന്നല്ലേ? എയർപോർട്ടിൽ പോകാൻ ഇപ്പൊ എങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നുന്നുണ്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ പിള്ളേരെ മൊത്തം കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിക്കുക. ഹലോ. രേണുസുധിനെ വിളിച്ചു, കിച്ചു സംസാരിച്ചു. രേണുസുധിക്ക് ഇത് നേരത്തെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പ്രശ്നം വന്ന സമയത്ത് തന്നെ രേണുസുധി ഇത് വിളിച്ച് സോൾവ് ചെയ്ത് ആ പ്രശ്നം അവിടെ തീർക്കായിരുന്നു. ഇതത് തീർക്കാതെ ഓരോ വീഡിയോസും ഫോട്ടോസും എടുത്ത് റീൽസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഇവിടെ വേറൊരു കാര്യമുണ്ട്. രേണുസുധിയുടെ ചേച്ചി, അവർക്കാണ് എന്തോ വലിയ പ്രശ്നം. ഇപ്പം ഇവനെ റിതപ്പനെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇവരുടെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു. അത് അവർക്കൊട്ടും പിടിച്ചിട്ടില്ല. പിന്നെ ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി തന്നെ. അമ്മ എന്താ അവിടെ ഉള്ള രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവര് പോവല്ലേ, നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു വെച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ തങ്കച്ചൻ പറ്റത്തില്ല, വന്ന് കണ്ടില്ലേ പൊക്കോ എന്നുള്ള രീതിയിൽ സംസാരിച്ചതെന്നാണ്. കണ്ട് ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ അമ്മേനെ വിളിച്ച് മേടിച്ച് വെച്ചപ്പോൾ അമ്മ കൊണ്ടോക്കോളം പറഞ്ഞ അങ്ങനെ ഞങ്ങള്. ചിലപ്പോൾ കിച്ചു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ റിതപ്പനെ കാണാൻ പോയി കണ്ടു, പക്ഷെ കൂടെ വരാൻ സമ്മതിച്ചില്ല എന്ന രീതിയിൽ വീഡിയോ ഇട്ടെങ്കിലോ എന്ന് പേടിച്ചിട്ട് രേണുസുധി ഇട്ടതായിരിക്കാം. കാരണം ഇനിയൊരു ഇതും കൂടെ താങ്ങാനുള്ള ശേഷി രേണുസുധിക്ക് കാണത്തില്ല. കാരണം അമ്മാതിരി നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. കൊണ്ടുപോയതാണ് അങ്ങനെ. ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇവൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? അല്ല, അറിയാൻ പാടിയ ചോദിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ അവനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? അവൻ്റെ വീട്ടിൽ കയറി ഒരു ഉളുപ്പില്ലാതെ താമസിക്കുന്നതും പോരാഞ്ഞിട്ട് ആ ചെറുക്കനെ സംശയം കൂടെ. കൊള്ളാം. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ടിപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ ഒരു സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്നത്.
അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരല്ല നമ്മക്ക് നമ്മളെ സ്വന്തം. പിള്ളേർക്ക് എന്താ അറിയാ, പിള്ളേരെന്ത്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാന്നും കൂടെ വിചാരിച്ചു. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ വന്നു എന്നുള്ള ചോദ്യം എല്ലാവർക്കും ചോദിക്കാം. കാരണം രേണുസുധിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് കിച്ചു ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം വിളിച്ചിട്ടും കുറേ പ്രാവശ്യം വിളിച്ചിട്ടും കിച്ചു ഫോൺ എടുത്തിട്ടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ചോദ്യമാണ്. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ കൊണ്ട് തന്നെ അത് മാറ്റി ചിന്തിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.